ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോവിന്ദും ഗീതുവും തമ്മിലുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഈ രാധികയ്ക്കാണെങ്കിൽ അറ്റാക്ക് വരുന്ന കണ്ടീഷനിലേക്കായി കാര്യങ്ങൾ. ഗീതു ആണെന്നുണ്ടെങ്കിൽ അവിടെ ഗർഭിണിയാണെന്നും കൂടെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സമാധാനം നഷ്ടപ്പെട്ട് വേഗം തന്നെ മകൻ്റെ ഫോണിലേക്ക് വിളിക്കാം. മകനാണെങ്കിൽ സുവർണയെ ഒത്തടിച്ച് പൊളിച്ച് ഇങ്ങനെ നടക്കുവാണ്. അങ്ങനെ നമ്മുടെ അമ്മയുടെ കോൾ എടുത്തു. മക്കള്, അതായത് മകനും കൂട്ടുകാരെയും കൂടി ഇതെല്ലാം കൂടി കേൾക്കുന്നു. ഗീതു ഗർഭിണിയാണെന്ന് പറയുന്നത് കേട്ടപ്പോഴേക്കും വരുൺ ഞെട്ടി. അമ്മ എന്താ ഈ പറയുന്നത്? ഗീതു ഗർഭിണിയാണെന്നോ? അതെ, ഇവിടെ എന്തൊക്കെ പുകിലുകളാണ് നടക്കുന്നതെന്ന് നിനക്കറിയാവോ എന്ന് ചോദിച്ചപ്പോൾ, അങ്ങനെയൊക്കെ നടക്കുമോ അമ്മയെന്ന് ചോദിക്കുകയാണ് വരുൺ. എന്തുകൊണ്ട് നടന്നുകൂടാ? എന്തായാലും അവർ ബെഡ്റൂമിൽ ഒരുമിച്ച് തന്നെയല്ലേ കഴിയുന്നത്. അപ്പോൾ എന്തു വേണമെങ്കിലും സംഭവിക്കാവല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ കണ്ണനൊരു കുടുംബം ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ചു. പക്ഷേ കണ്ണൻ്റെ കുടുംബം ഇപ്പോൾ അത് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ മക്കളെ ഞാൻ കൊഞ്ചിക്കേണ്ടതും താലോലിക്കേണ്ടതും വളർത്തേണ്ടതുമായ ഗതികേടിലാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ട് വരുൺ ഭയങ്കരമായിട്ട് കലിപ്പ് കയറിയിരിക്കും. ഒരു കാരണവശാലും ആ ഒരു കുഞ്ഞുണ്ടാകാൻ പാടില്ല. എന്തു വില കൊടുത്തിട്ടാണെങ്കിലും അതിനെ നശിപ്പിക്കണം. അങ്ങനെ ഗോവിന്ദൻ്റെ സന്തതി പരമ്പരകൾ അറക്കൽ തറവാട്ടിൽ വാഴണ്ട എന്നും പറഞ്ഞുകൊണ്ട് വരുൺ ഇങ്ങനെ പറയുകയാണേ. അപ്പോൾ അതിനു വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെങ്കിലും അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വരുണും അമ്മയും കൂടെ സംസാരിക്കാം. നീ മിണ്ടരുത്, നീയൊക്കെ നല്ലതായിരുന്നെന്നുണ്ടെങ്കിൽ ഇന്ന് ഇതൊന്നും വരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക അന്നേരത്തേക്കും മകനോട് ദേഷ്യപ്പെടുക. അമ്മ എന്തിനാ എന്നോട് ചൂടാകുന്നത്? ഞാനതിനെന്താ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ, എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിക്കണ്ട എന്നും പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഇതിനൊരു നീക്കുപോക്ക് ഉണ്ടാക്കണം എന്നും പറഞ്ഞ് അങ്ങനെ ഡയലോഗുകളൊക്കെ ആയിട്ട് അമ്മയും മോനും കൂടെ ഫോണിൽ സംസാരിച്ചങ്ങ് വെച്ചു. ഫോണിൽ വെച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സുവർണയായിട്ട് നമ്മുടെ വരുണിൻ്റെ വകയൊരു ചർച്ച. അങ്ങനെ സംഭവിക്കുമോ വരുൺ സർ? കാരണം ഗീതാഞ്ജലിയും അതുപോലെ ഗോവിന്ദ് സാറും തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായിട്ടുള്ളതായി എനിക്ക് തോന്നുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ, പിന്നെ എന്താ അവൾക്ക് ദിവ്യഗർഭം ഉണ്ടായതാണോ എന്ന് ചോദിച്ചു. എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ട് ഗോവിന്ദനും ഗീതുവും കൂടി കളിക്കുന്ന നാടകമാണിതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുൺ ഇങ്ങനെ പറയുക. അപ്പം എല്ലാവരും ആരും വിചാരിക്കാത്തൊരു രീതിയിലാണ് ഇവർ കളി മുന്നോട്ട് കൊണ്ടുപോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിനി എന്താണ് പോംവഴി എന്ന് ചോദിച്ചപ്പം, ആ കുഞ്ഞൊരിക്കലും ജനിക്കാൻ പാടില്ല, ആ കുഞ്ഞിനെ അവളുടെ വയറ്റിൽ വെച്ച് തന്നെ കൊന്നു കളയുകയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞു വരുൺ ഇങ്ങനെ ആ ഒരു ഇതിൽ പറയുക. അപ്പോൾ അതിന് എന്ത് വേണമെങ്കിലും ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് സുവർണയോട് തന്നെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. അപ്പോൾ സുവർണയ്ക്കാണ് ഈ ഒരു ചുമതലയും കൊടുക്കുന്നത്, ഗീതുവിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ നശിപ്പിച്ച് കളയാനായിട്ട്. അങ്ങനെ രണ്ടുപേരും കൂടി ഈ കാര്യങ്ങളെപ്പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗീതു ബെഡ്റൂമിൽ കിടന്ന് നല്ല ഉറക്കമാണല്ലോ. ഗോവിന്ദനും പതുക്കെ അവിടെ വന്ന് ഇങ്ങനെ കട്ടിലയിൽ കിടന്നു. അപ്പോഴും ഗോവിന്ദൻ ഇങ്ങനെ ചമ്മലും നാണമൊക്കെയാണ്. സംശയങ്ങളോട് സംശയങ്ങളാണ്. ഒരു ഭാര്യയെ ഗർഭിണിയാക്കുന്നത് ഭർത്താവല്ലേ അല്ലേ എന്നൊക്കെ ഇങ്ങനെയാണ് ഗോവിന്ദൻ്റെ സംശയം. അത് ചോദിക്കാൻ ചെന്നപ്പോഴാണല്ലോ ഗീതു ഓടിച്ചത്. അത് കഴിഞ്ഞ് ഗോവിന്ദൻ പതുക്കെ മയക്കം പിടിച്ചു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗീതു പതുപ്പൊക്കെ മാറ്റി ഇങ്ങനെ ഗോവിന്ദനെ തന്നെ നോക്കുവാണ്. ഒരുപാട് ഇഷ്ടത്തോടെ, അല്ലെങ്കിൽ ആ സന്തോഷത്തോടെ. കാരണം തനിക്കിപ്പോഴാ ഭാഗ്യം ഇല്ലെങ്കിലും ആ ഭാഗ്യം തനിക്ക് ഉണ്ടാകുമെന്ന് തന്നെ ഗീതു വിചാരിക്കുന്നു. അങ്ങനെ കണ്ണേട്ടനോടുള്ള ഇഷ്ടത്തോടു കൂടിയൊക്കെ ഗീതു ഇങ്ങനെ കണ്ണേട്ടനെ തന്നെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക. എന്തായാലും ഇവർ തമ്മിലുള്ള ജീവിതം അതിപ്പോൾ എല്ലാ അർത്ഥത്തിലും നന്നായി അല്ലെങ്കിൽ ഒന്നായി എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും രാധികയ്ക്ക് ചൂട് പിടിക്കാൻ തുടങ്ങി. രാധികയ്ക്ക് അങ്ങോട്ട് നടക്കണം ഇങ്ങോട്ട് നടക്കണം, ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല, കിടന്നിട്ട് കിടപ്പുറയ്ക്കുന്നില്ല. രാധികയ്ക്ക് മൊത്തത്തിൽ ഇങ്ങനെ വെകിളി പിടിച്ചൊരു നടപ്പും കാര്യങ്ങളും. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് കാഞ്ചന വന്നു. എന്താ ഒക്കെ ഉറങ്ങണില്ലേന്ന് ചോദിച്ചു. മാമിക്ക് എന്താ പറ്റിയ, മാമി ഉറങ്ങണില്ലേന്ന് ചോദിച്ചപ്പോൾ, നീ നിൻ്റെ കാര്യം പോയി നോക്ക്, എൻ്റെ കാര്യം നീ നോക്കണ്ടെന്ന് പറഞ്ഞു. മാമിയുടെ ഈ ടെൻഷൻ്റെ കാരണമൊക്കെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് കാഞ്ചന. അപ്പോൾ രാധിക ഒന്ന് പേടിച്ചു. നിനക്ക് എന്തറിയാന്ന്? നീ എന്താ പറയുന്നത്? അല്ല, ഗീതുപ്പാപ്പ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും മാമിക്ക് ആകെ വെപ്രാളമായല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയാം. ഇതേ കാഞ്ചനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ തലയിടാതെ പോകാൻ നോക്കാൻ പറഞ്ഞു. കാഞ്ചനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. കുശുമ്പ ഗീതുപ്പാപ്പ ഗർഭിണിയായതില്ലേ മാമിക്ക് ലോക കുശുമ്പ, അതുകൊണ്ടാണ് മാമി ഇങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കാഞ്ചന അങ്ങ് പോയി. ഇതെല്ലാം കഴിഞ്ഞു രാവിലെയായി. നമ്മുടെ ഗോവിന്ദൻ പതിവ് പോലെ തന്നെ അവിടെ യോഗ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ എഴുന്നേറ്റ് പോയി. പിന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗീതു നേരെ രേഖയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ രേഖ അടുക്കളയിൽ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലത്തെ സംഭവങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്ന് രേഖ ചോദിച്ചപ്പോൾ, ഇന്നലത്തെ സംഭവങ്ങളോ? ഇന്നലെ എന്ത് സംഭവങ്ങളാണ്? അല്ല, പച്ചമാങ്ങയൊക്കെ ധാരാളം കഴിച്ചോന്ന് ചോദിച്ചു. രേഖേച്ചി എന്നെ കളിയാക്കാണോ എന്ന് ചോദിച്ചപ്പം, ഞാൻ കളിയാക്കിയതല്ലടി പെണ്ണെ, ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞത്. എന്തായാലും അയ്യപ്പേട്ടൻ എത്ര കഷ്ടപ്പെട്ട ആ പച്ചമാങ്ങ നിനക്ക് കൊണ്ടു തന്നേന്ന് അറിയാവോ എന്നൊക്കെ ചോദിച്ച രേഖ ഇങ്ങനെ പറയാം. എനിക്ക്
എനിക്കാകെ ചമ്മലായിപ്പോയെന്ന് പറഞ്ഞപ്പം നീ എന്തിനാ ചമ്മുന്നത്? നിന്റെ ഭർത്താവിൻ്റെ കൂടെയല്ലേ നീ പിന്നെ എന്തിനാ ചമ്മുന്നത് എന്നൊക്കെ രേഖ ഇങ്ങനെ ചോദിച്ചു. അല്ല, കണ്ണേട്ടൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഇഷ്ടം അതെന്നോടുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ രേഖച്ചി. ആ ഇഷ്ടം കണ്ണേട്ടന് എന്നോടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഈ കഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ ഈ പറഞ്ഞതും കേട്ടതൊക്കെ വെറുതെ ആയി പോവില്ലേ? അതുകൊണ്ട് പറഞ്ഞതാ. അത്രയേ ഉള്ളൂ. അങ്ങനെ നിന്റെ കണ്ണേട്ടൻ്റെ ഉള്ളിൽ നിന്നോടുള്ള ഇഷ്ടം ഉണ്ടോ എന്നറിയാൻ ഒരു വഴിയുണ്ട്. ആ വഴി നമുക്കൊന്ന് പ്രയോഗിച്ച് നോക്കിയാലോ എന്ന് ചോദിച്ചു രേഖ. എന്തു വഴി? ഏത് വഴിയുടെ കാര്യം രേഖിച്ചു പറയുന്നത്? ഏത് വഴി പ്രയോഗിച്ച് നോക്കിയാലും കണ്ണേട്ടനൊന്നും തുറന്നു പറയില്ല. കണ്ണേട്ടൻ അതിനെല്ലാം എന്തെങ്കിലുമൊക്കെ അത് കണ്ടുപിടിക്കുമെന്നൊക്കെ പറഞ്ഞു. അത് നീ പറയുമ്പോഴല്ലേ. ഞാൻ പറഞ്ഞു നോക്കട്ടെ. എന്തായാലും നിന്റെ കണ്ണേട്ടൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് ഞാൻ തന്നെ അത് കണ്ടുപിടിച്ചു തരാമെന്നും പറഞ്ഞ് രേഖ ഗീതുവിനെയും കൂട്ടിക്കൊണ്ട് പോയി ഒരു ഗ്ലാസ് കാപ്പിയായിട്ട്. ആ സമയത്ത് ഗീതുവിനോട് പുറകിൽ മാറി നിന്നോളാൻ പറഞ്ഞു. രേഖ എന്നിട്ട് കാപ്പിയായിട്ട് യോഗ ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ണേട്ടൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ഗോവിന്ദേട്ടാ എന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഗോവിന്ദൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ രേഖ ഞാൻ ചായ കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞപ്പം ആ ശരി പറഞ്ഞത് മേടിച്ചിങ്ങനെ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പം അതെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കണ്ണേട്ടനോട് രേഖ പറയപ്പോൾ ഗീതു ബൈക്കിൽ നിൽക്കുന്നത് ഗോവിന്ദൻ കാണുന്നില്ല. എന്താ രേഖയ്ക്ക് പറയാനുള്ളത്? എന്താ വരുൺ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചപ്പം അതൊന്നുമല്ല, എനിക്ക് മറ്റൊരാളെക്കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞു. മറ്റൊരാളെക്കുറിച്ചോ? എൻ്റെ ഒരു ഫ്രണ്ട്. അവൾ വിവാഹം കഴിഞ്ഞിട്ട് അവളുടെ ഭർത്താവിൻ്റെ കൂടെയാണ് ജീവിക്കുന്നത്. പക്ഷേ അവരുടെ ജീവിതത്തിൽ ഇന്ന് വരെ അവരുടേതായ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിവാഹം കഴിക്കേണ്ടി വന്നവരാ. അപ്പോൾ അവരുടെ പ്രണയം അവർക്ക് രണ്ടുപേർക്കും ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ട്. പക്ഷേ രണ്ടുപേർക്കും ഇതുവരെ ആ ഇഷ്ടം തുറന്നു പറയാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിലെ ഇഷ്ടം അങ്ങനെ കിടന്ന് കറങ്ങുകയാണ്. ഒരാൾ പറയാൻ തുടങ്ങുമ്പോൾ മറ്റേ ആൾക്ക് ഒക്കില്ല, മറ്റേ ആൾക്ക് പറയാൻ തുടങ്ങുമ്പോൾ അടുത്ത ആൾക്ക് ഒക്കില്ല. അങ്ങനെയൊക്കെയുള്ളൊരിതാണ് എന്നിങ്ങനെ പറഞ്ഞു. അല്ല അതൊക്കെ ഇപ്പോൾ എന്തിനാ എന്നോട് പറയുന്നത് എന്നിങ്ങനെ നമ്മുടെ കണ്ണേട്ടൻ ചോദിച്ചപ്പോൾ അത് പിന്നെ ഗോവിന്ദേട്ടനാകുമ്പോൾ ഒരു സജഷൻ പറഞ്ഞു തരുമല്ലോ. ഗോവിന്ദേട്ടൻ്റെയും ഗീതുവിൻ്റെയും ജീവിതവും ഈ ഒരു ഏകദേശ ടൂറിലൂടെയാണല്ലോ പോകുന്നത്. അപ്പോൾ ഗോവിന്ദേട്ടൻ്റെ ഉള്ളിൽ ഗോവിന്ദേട്ടൻ എന്ത് ചിന്തിക്കും എന്നുള്ളതൊന്ന് പറഞ്ഞു തന്നാൽ മതി എന്ന് നമ്മുടെ രേഖ പറഞ്ഞപ്പം അത്രയേ ഉള്ളൂ കാര്യം. അതിപ്പോൾ ഉള്ളിൽ ഇഷ്ടമുണ്ടെങ്കിൽ അധികം താമസിക്കാതെ അയാൾ അവളോടത് തുറന്നു പറയും. ഞാനാണെങ്കിൽ എൻ്റെ ഉള്ളിലെ ഇഷ്ടം തീർച്ചയായും ഗീതുവിനോട് പറയും എന്ന് പറഞ്ഞു. എന്തായാലും കൂട്ടുകാരിയോട് പറഞ്ഞേരെ കാത്തിരിക്കാൻ, അധികം താമസിക്കാതെ ആ നായകൻ വരും. ആ നായകൻ വന്ന് അവളോടുള്ള ഇഷ്ടം പറയും എന്നെപ്പോലെ എന്നും പറഞ്ഞ് നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ പറയുമ്പോൾ രേഖ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. ഇത് കേട്ടത് നമ്മുടെ ഗീതുവിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. ഗീതു കിടന്ന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക. കാരണം ഗോവിന്ദേട്ടൻ്റെ ഇഷ്ടം ഗോവിന്ദേട്ടൻ തന്നോട് പറയാൻ പോകുന്നു എന്നുള്ളൊരിത് ഗീതുവിനും ഏകദേശമായിട്ടുള്ളൊരിത് അതിൽ നിന്ന് കിട്ടിയല്ലോ. അത് കേട്ട് നമ്മുടെ ഗീതു ഇങ്ങനെ തുള്ളിച്ചാടി നിൽക്കുമ്പോഴാണ് രേഖ ആ കാപ്പിയുടെ ഗ്ലാസ്സൊക്കെ ആയിട്ട് നേരെ വരുന്നത്. അപ്പോൾ ഇപ്പം നിനക്ക് സമാധാനമായില്ലേ പെണ്ണെ? ഇപ്പം നീ കേൾക്കേണ്ടതൊക്കെ കേട്ടില്ലേ എന്ന് ചോദിച്ചപ്പം താങ്ക് യു രേഖച്ചി എന്നും പറഞ്ഞുകൊണ്ട് രേഖയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തു കിടന്ന് ഭയങ്കരമായിട്ട് വട്ടം കറങ്ങുക നമ്മുടെ ഗീതു. ഗീതു എന്താണോ കേൾക്കാനും കാണാനും ഒക്കെ ആഗ്രഹിച്ചത് അതാണ് നമ്മുടെ ഗീതു ഇപ്പോൾ അറിയുകയും കേൾക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗീതുവിൻ്റെ ആ സന്തോഷം കണ്ട് രേഖയ്ക്ക് ഒത്തിരി സന്തോഷമായിട്ടോ. അപ്പോൾ അങ്ങനെ ഗോവിന്ദൻ അധികം താമസിയാതെ തന്നോട് തൻ്റെ പ്രണയം തുറന്നു പറയും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഗീതു ഇങ്ങനെ ഇരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗീതു കയറി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നു. അപ്പോൾ ഗോവിന്ദനും റൂമിലുണ്ട്. കുളി കഴിഞ്ഞ് വന്ന ഗീതു ഇങ്ങനെ തല ചെറുതായിട്ടൊന്ന് തോർത്തിയിട്ട് മുടിയൊക്കെ ചീകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കാം. അപ്പോഴേക്കും ഇത് എന്ത് പണി കാണിക്കുന്നേ എന്ന് ചോദിച്ച് ഗോവിന്ദൻ അവിടെ കിടന്ന ടവലെടുത്ത് ഗീതുവിൻ്റെ തല തോർത്തി കൊടുക്കുന്നു. അങ്ങനെ തല തോർത്തി കൊടുത്തുകൊണ്ട് നിന്നോടുള്ള ഇഷ്ടം ഞാൻ എങ്ങനെയാണ് ഗീതു തുറന്നു പറയേണ്ടത് എന്ന് മനസ്സിൽ ചിന്തിക്കുമ്പം എൻ്റെ കണ്ണേട്ട അതൊന്ന് തുറന്നു പറ എൻ്റെ കണ്ണേട്ടൻ ആ ഇഷ്ടം പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കാതോർത്തിരിക്കുന്നതെന്ന് പറഞ്ഞു ഗീതു മനസ്സിൽ പറയുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ ആ ഒരു ഇതിലൊക്കെ മനസ്സുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അതെ നമുക്കിന്നൊന്ന് പുറത്ത് പോയാലോ എന്ന് ഗോവിന്ദൻ ചോദിച്ചു. പുറത്ത് പോവാനോ? എന്താ കാര്യം? അല്ല വെറുതെ ഒന്ന് പോയി ചുറ്റിയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചിട്ടാന്ന് പറഞ്ഞപ്പം പോകാം. എങ്ങോട്ടാ കണ്ണേട്ടാ പോകേണ്ടതെന്ന് ചോദിച്ചു. അതൊക്കെ വരാൻ പറഞ്ഞു. അങ്ങനെ ഗീതുവിനോട് റെഡിയാകാൻ പറയുവാണ് നമ്മുടെ കണ്ണേട്ടൻ. അപ്പോഴേക്ക് നമ്മുടെ അയ്യപ്പേട്ടൻ വന്നു. അയ്യപ്പേട്ടനാണെങ്കിലും വന്നിട്ട് ഓരോരോ കുസൃതികളും അങ്ങനെ തമാശകളും ഒക്കെ പറഞ്ഞ് നമ്മുടെ ഗോവിന്ദനെയും ഗീതുവിനെയും ചൊടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദനും ഗീതു വളരെ ഹാപ്പിയാണെന്നും അതുപോലെ തന്നെ ഗീതു ഇപ്പോൾ ഗർഭിണിയാണെന്നാണല്ലോ അയ്യപ്പേട്ടൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും ഓരോ ചലനങ്ങളും ഓരോ മാറ്റങ്ങളും ഈ രാധികാമ്മ അവിടെ നിന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവർക്ക് തമ്മിലുള്ള അടുപ്പം കൂടിക്കഴിഞ്ഞപ്പോഴേക്കും ഇവർ തമ്മിലുള്ള ആ ഒരു അകലമൊക്കെ കുറഞ്ഞ്
ഇവരുടെ രണ്ടുപേരും അടുത്ത് പെരുമാറുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതെല്ലാം രാധിക കാണുക. ഇത് കാണുന്തോറും രാധികയുടെ നെഞ്ചിടിപ്പ് കൂടി വരുന്നു. അപ്പോൾ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്. ഗർഭിണിയായ ഭാര്യയ്ക്ക് വേണ്ടുന്ന എല്ലാ പരിചരണങ്ങളുമാണ് ഗോവിന്ദൻ കൊടുക്കുന്നത്. അപ്പോൾ ശരിക്കും ഗീതു ഗർഭിണി തന്നെയാണ്. അപ്പോൾ ഗോവിന്ദൻ ശരിക്കും ഞങ്ങളെ ചതിക്കുകയായിരുന്നു, പറ്റിക്കുകയായിരുന്നു. ഇതൊക്കെ രാധികാമ്മ ചിന്തിക്കുക കേട്ടോ. രാധികാമ്മ എന്നിട്ട് ഒളിഞ്ഞും തെളിഞ്ഞും മറിഞ്ഞും എല്ലാം ഇവരുടെ ഓരോ പ്രവർത്തികളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും രാധികയ്ക്ക് തിരിച്ചടിയായെന്ന് രാധികയ്ക്ക് മനസ്സിലായി. ഒരു കാരണവശാലും ഗീതുവിൻ്റെ വയറ്റിൽ കിടക്കുന്ന ആ കുഞ്ഞ് ജന്മം എടുത്തുകൂടാ. ആ കുഞ്ഞിനെ അവരുടെ വയറ്റിൽ വെച്ച് തന്നെ ഇല്ലാതാക്കണം. എങ്കിൽ മാത്രമേ ഗോവിന്ദൻ്റെ ജീവിതത്തിൽ നിന്നും അവളെ പറിച്ചെറിയാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഗോവിന്ദൻ്റെ രക്തത്തിൽ പിറന്ന ഒരു സന്തതി പോലും ഈ അറക്കൽ തറവാടിൻ്റെ സ്വത്ത് അനുഭവിക്കേണ്ട എന്നൊക്കെയാണ് രാധിക ചിന്തിക്കുന്നത്. അങ്ങനെ രാധിക അതേ രീതിയിൽ ചിന്തിക്കുന്നു. പിന്നെ അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഭയങ്കര കരുപ്പോടുകൂടി ആലോചിച്ച് പെറുക്കി ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ അടുത്ത ദിവസത്തെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എന്തായാലും അറിഞ്ഞോ അറിയാതെയോ ഗോവിന്ദൻ്റെ ഉള്ളിലെ ആ പ്രണയം അത് നമ്മുടെ ഗീതു തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതിനൊരാൾ രേഖ. അപ്പോൾ രേഖയുടെ ആ ഒരു ഇത് ഗീതുവിൻ്റെ രക്ഷയ്ക്കായി ശരിക്കും വന്നത് രേഖ തന്നെയാണ്. അപ്പോൾ രേഖയിലൂടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ സൂപ്പർ ഹിറ്റ് വിശേഷങ്ങൾ ഒന്നും തന്നെ മിസ് ചെയ്യാതെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും 1000 നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.